താൽപര്യതയോടുകൂടിയ ലയൺസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് ഏറെ സഹായകരമാണെന്ന് ജസ്റ്റിസ് ജെ.വി. കോശി. ലയൺസ് ക്ലബ് ഓഫ് കൊച്ചി എംപയറിന്റെ ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ ഓട്ടോ തൊഴിലാളികൾക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് ചികിത്സയ്ക്കായുള്ള ധനസഹായവും വിതരണം ചെയ്തു. As club president, I can assure you that I do my best to serve the needy and I follow the path shown by the district and the international. സേവന തൽപരതയോടുകൂടിയ ലയൺസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് ഏറെ സഹായകരമാണെന്ന് ജസ്റ്റിസ് ജെ.വി. കോശി പറഞ്ഞു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഹങ്കർ പ്രൊജക്ട്, ഓട്ടോ തൊഴിലാളികൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് വിതരണം, പാർപ്പിട പദ്ധതി, ബാല്യകാല ക്യാൻസർ ബാധിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്കുള്ള മെഡിക്കൽ എയ്ഡ്, കുട്ടികളുടെ വായനാഭിരുചി വളർത്തുന്നതിനായി റീഡിംഗ് ആക്ഷൻ പ്രോഗ്രാം തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. And all the members of the Lions also, that is members of the international club, service club, recognized by the UN. We must be happy that you became a lion. ഓട്ടോ തൊഴിലാളികൾക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് ചികിത്സയ്ക്കായുള്ള ധനസഹായവും വിതരണം ചെയ്തു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരായ അഡ്വക്കേറ്റ് എ.വി. വാമനകുമാർ, കുര്യൻ ജോൺ, ക്ലബ് പ്രസിഡന്റ് ജോസഫ് തരുൺ പട്ടാശ്ശേരി, ഡോക്ടർ ദേവിദാസ് വെള്ളോടി, റീജിയൻ ചെയർമാൻ ബീന വാമനകുമാർ, സെക്രട്ടറി മേഘ ജോൺസൺ, ട്രഷറർ പ്രീത രാമചന്ദ്രൻ, ലയൺസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ജോൺസൺ സി എബ്രഹാം, ക്ലിയോ ക്ലബ് പ്രസിഡന്റ് അൽവിന ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. We are glad within 2 years of its formation, the Leos of Cochin Empire has been awarded with the best Leo Club during the previous dynastic year. Global Action Teamന്റെ ഒരു ഏരിയ ലീഡറിൽ മെമ്പർഷിപ്പും സർവീസും ലീഡർഷിപ്പും 3 വെർട്ടിക്കൽസും മേൽനോട്ട് വഹിക്കേണ്ട ഒരാളാണ് ഞാൻ. കേരള, കർണാടക, 3 സംസ്ഥാനങ്ങളിലെ കഴിഞ്ഞ 2 കൊല്ലം ഈ ക്ലബ്ബ് വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു. പാസ്റ്റ് പ്രസിഡന്റ് ജോൺസണും ഡോക്ടർ ദേവദാസ് വെള്ളോടി. ഇക്കൊല്ലവും ഈ ക്ലബ്ബ് വളരെ ഒരു നല്ല നേതൃത്വത്തിന്റെ കീഴിലേക്കാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. 2 വർഷക്കാലം ഡിസ്ട്രിക്ട് 318C സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് സേവന തൽപരതയോടെ പ്രവർത്തിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. രുചിയിൽ വ്യത്യസ്തത തേടി പോകുന്ന മലയാളികൾക്കൊപ്പമാണ് എന്നും നമ്മുടെ സോൾട്ട് റെസ്റ്റോറന്റ്. ഇനി മുതൽ പുതിയ രുചികളുടെ മേളമൊരുക്കി സോൾട്ട് കാക്കനാട് വരുന്നു. ഈ വരുന്ന ജൂലൈ 11 മുതൽ കാക്കനാട് ഇൻഫോ പാർക്കിന് മുന്നിലുള്ള ഗ്രാൻഡ് സെന്ററിൽ നമ്മുടെ സോൾട്ടിന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് വരാൻ പോവാണ്. അപ്പൊ ഡേറ്റ് മറക്കണ്ട, ജൂലൈ 11 നമുക്ക് കാക്കനാട് സോൾട്ടിൽ വെച്ച് കാണാം.